പണ്ട് കൃത്യമായി പറഞ്ഞാൽ 2004 മുഖ്യമന്ത്രി പദം രാജിവെക്കുകയാണെന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് AK ആന്റണി ഏവരെയും അമ്പരപ്പിച്ച് ഒരു പ്രഖ്യാപനം നടത്തി. അതുപോലെ പ്രിയ ശിഷ്യൻ സുധീരനും ഇന്നൊരു കടുംവെട്ട് പ്രഖ്യാപനം നടത്തി. അതും എല്ലാവരെയും അമ്പരപ്പിച്ച്, പ്രത്യേകിച്ച് താഴെ ഇറക്കാൻ രാവും പകലും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളെ പോലും ഷോക്കടിപ്പിച്ച്. നല്ല ഒരു കാരണവും അദ്ദേഹം കണ്ടെത്തി: അനാരോഗ്യം. അപ്പോൾ ഒരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ. അന്നും ഇന്നും എന്നും കളിയിലെ കേമൻ ഉമ്മൻചാണ്ടി തന്നെയല്ലേ? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പുകച്ച് പുറത്തു ചാടിക്കും മുമ്പ് രാജിവെച്ച് സധൈര്യം സുധീരൻ. കൂടി വേണ്ടിവരും എന്നുള്ളത് കൊണ്ടും വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷ പദവിയിൽ തുടരുന്നത് ഉചിതമല്ല. പുറത്താക്കാൻ പ്രയത്നിച്ചവർക്കും രാജിവാർത്ത ഷോക്കായി. അപ്രതീക്ഷിതമെന്ന് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും, ദൗർഭാഗ്യകരമെന്ന് ആന്റണി. രാജിക്ക് ഇടയാക്കിയത് A ഗ്രൂപ്പ് നീക്കവും ഹൈക്കമാൻഡിന്റെ ചുവടുമാറ്റവും. പൊതുരംഗത്ത് തുടരുമെന്ന് സുധീരൻ. പോലീസിനെ വിമർശിച്ച് വീണ്ടും VS അച്യുതാനന്ദൻ. വാളയാർ ബലാത്സംഗ ഹത്യയിൽ പോലീസ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നു. കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. മലയൻകീഴിൽ സഹോദരങ്ങൾ പീഡനത്തിനിരയായി. വടകരയിൽ മനോവൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 70-കാരൻ പിടിയിൽ. വിജിലൻസിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസിന്റെ അതിരുവിട്ട പരിശോധന അനുവദിക്കില്ല. മാർഗനിർദ്ദേശം നിശ്ചയിക്കാനുള്ള സമയം അതിക്രമിച്ചുവെന്നും കോടതി. വക മാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ? അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന് അർഹമായ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം കടുപ്പിച്ചു പ്രതിപക്ഷം. ശിവസേനയെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തുവെന്ന പരാമർശത്തിൽ സഭ ഇന്നും സ്തംഭിച്ചു. സംഘപരിവാർ പ്രതിപക്ഷ ബന്ധം ആരോപിച്ച് വീണ്ടും മുഖ്യമന്ത്രി. കോഴഞ്ചേരിയിലെ ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ നവജാത ശിശുവിനെ കണ്ടെത്തി. കുട്ടിയെ തട്ടിയെടുത്ത യുവതി പോലീസ് കസ്റ്റഡിയിൽ. പോലീസ് പ്രതിയെ പിടികൂടിയത് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ. അമ്പരപ്പിച്ച രാജിയുമായി സുധീരൻ. VM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. അനാരോഗ്യം കാരണമെന്നാണ് വിശദീകരണം. വ്യക്തിപരമായ അസൗകര്യം പാർട്ടിയെ ബാധിക്കുന്നുവെന്നും രാജിക്കാര്യം അറിയിച്ച് സുധീരൻ പറഞ്ഞു. വളരെ നാടകീയമായിരുന്നു KPCC ആസ്ഥാനത്ത് വെച്ച് VM സുധീരൻ തന്റെ രാജി പ്രഖ്യാപിച്ചത്. അനാരോഗ്യം മൂലം അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാകില്ലെന്ന് സുധീരൻ വ്യക്തമാക്കി. ചികിത്സയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും എന്നുള്ളത് കൊണ്ടും വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷ പദവിയിൽ തുടരുന്നത് ഉചിതമല്ല. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റാരെങ്കിലും ചുമതലയേൽപ്പിച്ച് തൽക്കാലം അവധിയെടുക്കാം. പക്ഷേ അതിന് മനസാക്ഷി അനുവദിക്കുന്നില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. ആഴ്ചകളിപ്പോൾ മാറി നിന്ന് ലീവ് എടുത്ത് മറ്റാരെങ്കിലും ആ ചുമതല നിർവഹിക്കുക എന്ന് പറയുന്ന ആ രീതി, അത് നമ്മൾ അത്ര അങ്ങനെ ആലോചിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു. പക്ഷെ നമ്മുടെ അസൗകര്യം പാർട്ടിക്കതൊരു ദോഷമായി വരരുത്. കൂടുതൽ നേതാക്കളോട് ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉച്ചയോടുകൂടി AICC നേതൃത്വത്തിന് സുധീരൻ തന്റെ രാജിക്കത്തയച്ചു. KPCC അധ്യക്ഷന്റെ പൊടുന്നലെയുള്ള രാജിയിൽ കോൺഗ്രസ് നേതാക്കൾ പലരും അത്ഭുതം രേഖപ്പെടുത്തി. ഒരാൾ പോലും അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ, ഒരുപക്ഷെ അസുഖം കൊണ്ട് തന്നെയായിരിക്കും, അദ്ദേഹം ഇനിയാന്ന് എന്നോട് പറഞ്ഞിരുന്നു 2-3 മാസത്തെ റെസ്റ്റ് വേണ്ടി വരും എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും ഈ രാജി ഒരു വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് രാജി ഒരു ഷോക്കായിരുന്നു. ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മേലെയില്ല. അതുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ പോലും അദ്ദേഹം അറിയിക്കായിരുന്നത്. കാരണം അവർ സമ്മതിക്കില്ലായിരുന്നു അദ്ദേഹം രാജിവെക്കാൻ. ഉറച്ച തീരുമാനമെടുക്കുന്ന പതിവുള്ള സുധീരൻ തന്റെ രാജി പിൻവലിക്കാനുള്ള സാധ്യത കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള രാജിയല്ല എന്ന് VM സുധീരൻ പറഞ്ഞു വെക്കുന്നു. പൊതുപ്രവർത്തന രംഗത്ത് താൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു.
മനു ഭരത്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, INTUC പ്രസിഡന്റ് ശ്രീ R ചന്ദ്രശേഖരൻ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ P സുജാതൻ എന്നിവരാണ് നേരിട്ട് പ്രൈം ഡിബേറ്റിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, രാജി എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു, അതിന് അസുഖം എന്നതൊരു പ്രധാന കാരണവുമായി. അതുകൊണ്ട് തന്നെ ആദ്യം അതേക്കുറിച്ച് നിങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം. രണ്ടാമത്, രാഷ്ട്രീയമായ സാധ്യതകൾ എന്ത് എന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഇനി അങ്ങോട്ട് എങ്ങനെ എന്നുള്ള അടുത്തൊരു ഘട്ടം. ഈ നിലയിൽ ഇതിനെ ഒന്ന് വിഭജിച്ചാൽ, ആദ്യം ശ്രീ ചന്ദ്രശേഖരൻ, വളരെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഈ രാജിപ്രഖ്യാപനം എന്നത് താങ്കളെ സംബന്ധിച്ചും അമ്പരപ്പിക്കുന്നതാണോ? ഒന്ന്, ഇന്ന് ഈ വാർത്ത വന്നപ്പോൾ ഏറ്റവും ആദ്യം പ്രതികരിച്ചത് രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തല ആ റോൾ ഗംഭീരമായി ചെയ്തു. ഒരു കുടുംബത്ത് ഒരു അത്യാഹിതമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഒരാളെ പോലെ ചെന്നിത്തല അത് ഗംഭീരമാക്കി. പക്ഷേ അത്തരമൊരു അവസരം പോലും ഉമ്മൻചാണ്ടിക്ക് സുധീരൻ നൽകിയിരുന്നില്ല. കാരണം അദ്ദേഹം അറിഞ്ഞിരുന്നുമില്ല, അദ്ദേഹത്തോടൊട്ട് ഫോണിൽ പോലും സംസാരിച്ചിരുന്നുമില്ല. പിന്നാലെ മുരളീധരനായാലും സതീശനായാലും ഒക്കെ അതിഗംഭീരമായി തന്നെ അവരുടേതായ ഭാഗവും റോളും മനോഹരമാക്കി. ഇനി അടുത്ത ഊഴം ശ്രീ R ചന്ദ്രശേഖരൻ്റേതാണ്. ശരത്ത്, ഇതിന് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടി പോകുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഊർജ്ജസ്വലമായി വിശ്രമരഹിതമായി KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. അതുതന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായവും. അവിടെ അദ്ദേഹത്തിന് വന്ന ഒരു പരുക്ക്, ആ പരുക്കുമായി ബന്ധപ്പെട്ട് 3 മാസമെങ്കിലും ഒരു ചികിത്സ വേണ്ടിവരും, റെസ്റ്റ് വേണ്ടിവരുമെന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം ഓടി നടക്കുന്നത് പോലെ നടക്കാൻ കഴിയാതെ വന്നാൽ അത് ഒരു കൃത്യവിലോപമാകും എന്നൊരു ധാരണയിൽ അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞു എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ശ്രീ VM സുധീരൻ KPCCയുടെ പദവി ഒഴിഞ്ഞ്, പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് രാജിക്കത്ത് ഹൈക്കമാൻഡിന് നൽകിയിട്ടുള്ളത്. അതിനപ്പുറത്തൊന്നും വായിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഊഹാപോഹങ്ങൾക്കൊന്നും ഒരു അർത്ഥവും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നു. മാത്രവുമല്ല, VM സുധീരൻ ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ്, ആ സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു സ്പേസായി കാണുന്നു. അതിന് യാതൊരു മറ്റു മാനങ്ങളും വേണ്ട എന്നൊരഭിപ്രായമാണ് പൊതുവെ എനിക്ക് പറയാനുള്ളത്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരാളും കൂടിയാണ്. പക്ഷേ VM സുധീരൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി 3 വർഷക്കാലം പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെതായ ഒരു തനതായ ശൈലിയിൽ ഈ പാർട്ടിയെ ഊർജ്ജസ്വലമാക്കാൻ കഠിനാധ്വാനം ചെയ്ത ഒരു KPCC പ്രസിഡന്റ് തന്നെയാണ് എന്ന് വ്യക്തമായ അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നത്തെ ഈ പ്രതികരണങ്ങളിൽ വ്യത്യസ്തമായി വന്ന പ്രതികരണം ശ്രീ ഉണ്ണിത്താൻ്റേതായിരുന്നു. ഈ പറയുന്ന അസുഖം എന്ന ന്യായം താങ്കൾക്ക് അത്രമേൽ ബോധിച്ചില്ല. പിന്നെ അങ്ങനെ ഒന്ന് വ്യക്തിപരമായി പറഞ്ഞാൽ അത് കേൾക്കുകയല്ലാതെ അത് ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊരു തരവുമില്ല എന്ന യുക്തിസഹമായ വിശദീകരണവും അതിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഉണ്ണിത്താനെ സംബന്ധിച്ച് സുധീരന് ഇപ്പോൾ പറയുന്നത്, കോഴിക്കോട്ടൊന്ന് വീണു, അദ്ദേഹം തന്നെ ഇന്ന് KPCC യോഗത്തിൽ പറഞ്ഞത് തലയ്ക്ക് പരിക്കുകളൊന്നുമില്ല, വിശദമായ എല്ലാ പരിശോധനകളും കഴിഞ്ഞു, അല്പം വിശ്രമം വേണം. അങ്ങനെ ഇരിക്കെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരാളും ഇത്തരമൊരവസ്ഥയിൽ രാജിവെച്ച് വലിയൊരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. ഇവിടെ സുധീരൻ അത് ചെയ്യുന്നുവെങ്കിൽ അത് താങ്കൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതും ആളുകൾക്ക് ഗൗരവമായി തന്നെ ഉൾക്കൊള്ളേണ്ടതായി വരും. എന്താണ് ഉണ്ണിത്താൻ അക്കാര്യത്തിൽ തോന്നുന്നത്? അങ്ങനെ ഒരു പ്രതികരണം ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്ന് സത്യസന്ധമായി വന്നതും എന്തുകൊണ്ടാണ്? ശരത്തെ, കേരള രാഷ്ട്രീയത്തിലെ ഒരു നിറസാന്നിധ്യമായിരുന്നു ശ്രീ VM സുധീരൻ. മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു ശ്രീ VM സുധീരൻ. അദ്ദേഹം നിറസാന്നിധ്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മെനഞ്ഞാന്ന് രാത്രി അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം ഈ രാജിയെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗവിവരത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സൂചന എനിക്ക് ലഭിച്ചു. അദ്ദേഹം, നമുക്കറിയാം, മാർച്ച് മാസം 5-ാം തീയതി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു കുടുംബ സംഗമത്തിൽ പോകാനാണ് കോഴിക്കോട്ട് എത്തിയത്. അദ്ദേഹം കുടുംബസമേതമാണ് എത്തിയത്. അപ്പോൾ കോഴിക്കോട്ട് അവിചാരിതമായി, അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ഒരു അപകടം പറ്റുന്നു. അദ്ദേഹം മറിഞ്ഞു വീഴുന്നു. ആ മറിഞ്ഞു വീഴലിൽ അദ്ദേഹത്തിൻ്റെ വാരിയെല്ലിനും നെഞ്ചിനും ചതവും ഒടിവും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ആഴ്ചകൾ വേണ്ടി വരും, ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വന്നുകൂടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി കേരള രാഷ്ട്രീയത്തിൽ ചാനലുകളിലായാലും പത്രത്തിലായാലും ജില്ലകളിലെ സഞ്ചാരത്തിലായാലും
ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ VM സുധീരന് ഒരു മാസക്കാലം വിശ്രമ ജീവിതം നയിക്കണമെന്ന് ഡോക്ടർ ഉപദേശിച്ചാൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാനാവാത്തൊരു പ്രകൃതക്കാരനായതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് ഒരു മാസക്കാലം എന്നുള്ളത് 2-3 മാസക്കാലമായാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ 1 വർഷം പൂർത്തിയാകാൻ പോകുന്നു. മാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പുതിയ മദ്യനയം കൊണ്ടുവരാൻ പോകുന്നു. ആ മദ്യനയം കേരളത്തിലെ മദ്യരാജാക്കന്മാർക്ക് അനുകൂലമായ ഒരു നിലപാടാണെന്ന് അവർ പലവരും ആവർത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് ഒരു പ്രക്ഷുബ്ധമായ സമര പരിപാടികളിലേക്ക് നീങ്ങേണ്ട ഒരു സമയമാണ് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംജാതമാകാൻ പോകുന്നത്. അപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അധ്യക്ഷന്റെ ഒരു അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നതുകൊണ്ട് സംഘടനയ്ക്ക് അത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ രാജി ഒരിക്കലും ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കാതെ തരമില്ല. കാരണം ഉണ്ണിത്താൻ ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം നീങ്ങി അദ്ദേഹം രാജിവെക്കേണ്ടത് തന്നെയാണ് ഈ ഘട്ടത്തിൽ, അത് യാഥാർത്ഥ്യവുമാണ് എന്ന പൊരുത്തപ്പെടലിലേക്ക് താങ്കൾ എത്തിയിരിക്കുന്നു. നല്ലത്. 1. 2, താങ്കൾ തന്നെ പറഞ്ഞ ഈ നിറകുടം യഥാർത്ഥത്തിൽ 1 മാസക്കാലമോ 2 മാസക്കാലമോ ഒന്ന് വിശ്രമിച്ചാൽ ആ നിറകുടത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉറച്ച ഒരു ശബ്ദവും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കേട്ടില്ല. ആന്റണി മാത്രമാണ് ആത്മാർത്ഥമായി പറഞ്ഞത് വേദനാജനകമാണ്, നഷ്ടമാണ് എന്നു പറയുന്ന ഈ നിറകുടത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു വാചകവും വന്നില്ല എന്നതിന് താവണം സുധീരൻ്റെ വേദന യഥാർത്ഥത്തിൽ ഉണ്ടാവാനിടയുള്ളത്. 2, എവിടെയാണ് സാർ നിങ്ങളുടെ പ്രസിഡന്റ് സോണിയാഗാന്ധി? അവർ ചികിത്സയ്ക്കും വിശ്രമത്തിനുമായി വിദേശത്തല്ലേ? ഇതേ രാഹുൽ ഗാന്ധി എത്രയോ തവണ അവധിയെടുത്തും ആരോടും പറയാതെയും രാജ്യം തന്നെ വിട്ടുപോയിരിക്കുന്നു. എന്നിട്ടും ഈ പാർട്ടി നിലനിന്നില്ലേ? 1 മാസക്കാലമോ 2 ആഴ്ച കൊണ്ടോ ഈ പാർട്ടി ഇന്ത്യ ഭൂപടത്തിൽ ഇല്ലാതായോ? പറയുന്ന വിശദീകരണങ്ങൾക്ക് മിനിമം യുക്തിഭദ്രമായ ഒരു യുക്തിസഹമായ ഒരു സാധ്യതയെങ്കിലും വേണം. അത് പലപ്പോഴും ഇന്നത്തെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഉണ്ണിത്താൻ. ശരത്തെ, എവിടെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഓരോരുത്തർക്കും അവരുടേതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ആ വ്യാഖ്യാനങ്ങൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ശ്രീമതി സോണിയാഗാന്ധിക്ക് ഒരു അപകടമല്ല പറ്റിയത്, അവർക്കൊരു രോഗമാണുള്ളത്. ആ രോഗത്തിന് നിരന്തരമായ ചികിത്സ ആവശ്യമായിട്ടുണ്ട്. ആ ചികിത്സയുടെ ഫലമായിട്ടാണ് അവർ വിദേശത്ത് പോയിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സ്ഥായിയായ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമല്ലല്ലോ കേരളത്തിൽ നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, വാഴുന്നവനെ വാഴ്ത്തുകയും വീഴുന്നവനെ വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. കോൺഗ്രസിൽ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി അടക്കം എല്ലാത്തിലുമുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ശ്രീ VM സുധീരനല്ല, ഇന്ന് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആര് പോയാലും ആ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നോട്ടമുള്ള ആളുകൾ സന്തോഷിക്കുമെന്നുള്ള കാര്യത്തിൽ എന്താ തർക്കം? അപകടമല്ല, മരണമുണ്ടായാലാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം ആ ശല്യം ഒതുക്കി കിട്ടിയല്ലോ. അപ്പൊ ആ ഒരു ചിന്താഗതി രാഷ്ട്രീയത്തിൽ എല്ലാ പ്രസ്ഥാനങ്ങളെയും സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് പോയാലും സഹതപിക്കാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാതെ പോകുന്നവരെ പിടിച്ചോണ്ട് വന്ന ആ സ്ഥാനത്ത് ആരെ വരുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ വളരെ ജനകീയരായ പല ആളുകളും രാഷ്ട്രീയ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും പ്രക്ഷോഭണം കോൺഗ്രസിനകത്ത് നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വരണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആര് സ്വയം ഒഴിവാകുന്നോ ആ ഒഴിവാകുന്നവർ ഒഴിവാകുന്നതല്ലാതെ അവർ നിലനിൽക്കണം, ഈ പാർട്ടി നന്നാകണം എന്ന് ചിന്തിച്ചാൽ മാത്രമേ അവരുടെ അനിർവാര്യത പലരും അംഗീകരിക്കത്തുള്ളൂ, മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആരും അനിർവാര്യരല്ല. എനിക്ക് ശേഷം പ്രളയം എന്നാണ് എല്ലാവരുടെയും ചിന്ത. റൈറ്റ്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, പക്ഷേ അതിൽ സുധീരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ സജീവ രാഷ്ട്രീയ ഇടപെടൽ, കോൺഗ്രസ് നേതാവ് എന്ന നിലയിലുള്ള സജീവ രാഷ്ട്രീയ ഇടപെടൽ, സുധീരൻ ഒരർത്ഥത്തിൽ കോഴിക്കോട്ടല്ല വീണത്, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വീഴ്ചയിലേക്ക് പോവുകയാണ് എന്ന ഒരു യാഥാർത്ഥ്യം തന്നെ ആ വരികൾക്കിടയിൽ ഉണ്ണിത്താൻ പറഞ്ഞതിലില്ലേ? ഞാനൊന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രം. ഒരു കാര്യം, മാസങ്ങൾക്ക് മുമ്പാണ് ഈ സർക്കാരിനെതിരായ സമരത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഗ്രനേഡ് പൊട്ടിയപ്പോൾ അവിടെ ആകെ പുക പടർന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ ആ റോഡിൽ കുത്തിയിരുന്ന് ഈ പറയുന്ന VM സുധീരൻ സമരം നയിച്ചു. തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെടുന്ന ഘട്ടത്തിലൊക്കെ തണുപ്പ് കാരണം ദില്ലി രാഷ്ട്രീയം തനിക്ക് പറ്റില്ല, അതുകൊണ്ട് അത്തരം ഒരു ആലോചനയില്ല എന്ന് പറഞ്ഞതായ വാർത്തകളൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്. നിജസ്ഥിതി എനിക്കറിയില്ല.
പക്ഷെ അതേ സുധീരൻ കോഴിക്കോട്ട് ഒരു കേബിളിൽ തട്ടി വീണാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ട ഒരവസ്ഥ എന്ന് പറയുന്ന ആ ഒരു അസുഖ വിശദീകരണം ഉണ്ടല്ലോ, ബോധ്യപ്പെടുന്നുണ്ടോ ചെറിയാൻ ഫിലിപ്പിന്? ശ്രീ VM സുധീരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് സത്യമാണ്. ദീർഘകാലം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ. അദ്ദേഹത്തിന് ആദ്യം നെഞ്ചുവേദന വരുന്നത് മുതൽ പിന്നീട് അദ്ദേഹം മദ്രാസ് ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന സന്ദർഭങ്ങളിലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നതെല്ലാം ഞാൻ മുഖവിലക്കെടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യം തകർക്കുന്ന ധാരാളം സംഭവങ്ങൾ കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ട്. 1994 മുതൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ നിന്നും അദ്ദേഹം അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് KPCC പ്രസിഡന്റായി വരുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ്. സുധീരനും ചെന്നിത്തലയും ഒരുമിച്ചാണ് കാർത്തികേൻ്റെ പേര് കൊടുത്തത്. ഹൈക്കമാൻഡ് ആന്റണിയുടെ സഹായത്തോടെ സുധീരനെ പ്രതിഷ്ഠിച്ചു. സുധീരൻ വന്നത് മുതൽ അദ്ദേഹത്തെ നിലയുറപ്പിക്കാൻ, അദ്ദേഹത്തെ കാലുകുത്താൻ പോലും അന്നത്തെ കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചില്ല. 2 ഗ്രൂപ്പുകൾ സ്ഥാപിത താല്പര്യങ്ങളായി നിൽക്കുന്ന കോൺഗ്രസിൽ 2 ഗ്രൂപ്പുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ പൂർണ്ണമായി ഒഴിവാക്കുന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം തന്നെ ഗ്രൂപ്പ് രഹിതമായ പല കാര്യങ്ങൾ നടത്തി. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അഴിമതിയും മറ്റും അഴിഞ്ഞാടിയപ്പോൾ അത് നിയന്ത്രിക്കാൻ കുറേയൊക്കെ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് അദ്ദേഹത്തെ കോൺഗ്രസിലെ സ്ഥാപിത താല്പര്യക്കാർ ഒരു മാഫിയാവൽക്കരണത്തിൻ്റെ ഭാഗമായി വന്ന ആളുകളുടെ വക്താക്കൾ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹം കാരണമാണ് ഭരണ തുടർച്ച ഉണ്ടാകാതെ പോയതെന്ന്. ഭരണ തുടർച്ച ഉണ്ടാകാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം ഭരണ നേതൃത്വമാണ്, അവിടെ പിണയാളികളാണ്, അല്ല അധികാര ദല്ലാളന്മാരാണ്. അത്തരം ആളുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ആർജവത്തോടെ എല്ലാ ഘട്ടത്തിലും സുധീരന് പരിശ്രമിക്കാൻ സാധിച്ചില്ലെങ്കിലും ചില ഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വളരെ ശുഭാസൂചകമായിരുന്നു. എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായ പരാജയമുണ്ടായപ്പോൾ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സുധീരൻ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലും കെട്ടിവയ്ക്കാൻ ശ്രമിച്ചു. അതിനുശേഷം പ്രതിപക്ഷ രാഷ്ട്രീയം ആരംഭിച്ചപ്പോൾ സുധീരനെ നിർവീര്യമാക്കാനുള്ള ശ്രമം ആരംഭിച്ചത് UDFൻ്റെ മീറ്റിങ്ങുകൾ യഥാസമയം കൂടിയില്ല, KPCC യോഗങ്ങൾ കൂടിയില്ല. മാത്രമല്ല ഗ്രൂപ്പുകൾക്ക് വിധേയമായി നിൽക്കാത്ത ആളുകൾ പുതിയ തലമുറയുടെ ഭാഗമായിട്ട് 14 DCC പ്രസിഡന്റുമാർ വന്നപ്പോൾ അതിൽ അസ്വസ്ഥരായ ഗ്രൂപ്പ് നേതൃത്വങ്ങളെല്ലാം കലാപം ഉണ്ടാക്കുകയും സുധീരനെ നിഷ്കാസിതമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ പേടിച്ചോടി അദ്ദേഹം പോയതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എങ്കിൽ പോലും സുധീരനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി എന്നത് സത്യമാണ്. മാത്രമല്ല മൂന്നാമതായി ഞാൻ കാണുന്ന കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് UP ഇലക്ഷൻ്റെയും മറ്റും സൂചനകൾ പുറത്തു വരികയാണ്. ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടുകൂടിയാണ് ശ്രീ സുധീരൻ നിന്നിരുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ലോ കമാൻഡായി മാറുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഹൈക്കമാൻഡിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ സുധീരൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ സുധീരന് കഴിയില്ല, ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ നിന്നും മാറി തൻ്റെ ഒരു ലോകത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും തനിക്ക് രാഷ്ട്രീയ ദൗത്യം എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടി വന്ന പ്രസിഡന്റ് സ്ഥാനം ഫലപ്രദമായി നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അതിന് ധാരാളം പാരകൾ ഉണ്ടായിരുന്നുകൊണ്ട് അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വ്യസനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൂടി ഈ രാജിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല സുധീരനെ ഒതുക്കാൻ ശ്രമിച്ച അതേ ശക്തികൾ തന്നെ കൂടുതൽ ശക്തി ആർജിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ നാളത്തെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ആശങ്ക കൂടി ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതായത് രാഷ്ട്രീയമായ ഒരുപാട് അലട്ടലുകൾ അദ്ദേഹത്തിനുണ്ട്, ചിന്താപരമായി ഉണ്ട് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് ഈ അസുഖവാദത്തെ ആ നിലയിൽ കൂടിയാണ് ബന്ധപ്പെടുത്തി കാണുന്നത്. ശ്രീ സുജാതൻ, 2004 AK ആന്റണി വിമാനത്താവളത്തിൽ വെച്ച് രാജി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുപോയ സമാനമായൊരു അവസ്ഥ ഉണ്ട്. കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതവുമായി അങ്ങനെ താരതമ്യപ്പെടുത്താനാവില്ല. കോൺഗ്രസുമായി കലഹിച്ച് തന്നെയാണ് അദ്ദേഹം പുറത്തുപോയതും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാനികളുടെയൊക്കെ ചിന്തകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആന്റണി ചെയ്തതുപോലെ തന്നെ പൊടുന്നനവെ ഒരു രാജി പ്രഖ്യാപിക്കുന്നു. പക്ഷേ ആന്റണി ചെയ്യാത്ത ഒന്നാണ് സുധീരൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇരു ഗ്രൂപ്പുകൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഘട്ടത്തിൽ പലപ്പോഴും അദ്ദേഹം തന്നെ മറ്റൊരു ഗ്രൂപ്പിൻ്റെ നേതാവാണ് എന്ന പ്രധാനപ്പെട്ട ആക്ഷേപത്തിന് ഇടകൊടുത്തൊരു ഫൈറ്ററായി കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നു. AK ആന്റണി ആകട്ടെ ഇവിടെ നിന്ന് പോയി ഇതിലും അപ്പുറത്തേക്കുള്ള വളരെ പ്രധാനപ്പെട്ട തലങ്ങളിലിരുന്നു, ദേശീയ നേതാവായി. സുധീരന് അത്തരം ഒരു സാഹചര്യത്തിലേക്കുമല്ല, പകരമല്ല ഇവിടെ നല്ല ശത്രുക്കളും എതിരാളികളും ഉണ്ടാവുകയും ചെയ്തു. ഒരർത്ഥത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് പോലെ സുധീരൻ്റേത് ഒരു വീഴ്ച തന്നെയല്ലേ, രാഷ്ട്രീയമായ വീഴ്ച? ശരത്ത്, സുധീരൻ
തൽക്കാലം വീണു എന്ന് നമുക്ക് തോന്നുമെങ്കിലും സുധീരൻ്റെ വീഴ്ച ഒരു ഉയർച്ചയായി മാറ്റാൻ ഉള്ള വൈഭവവും ബുദ്ധിശക്തിയെല്ലാം സുധീരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുധീരൻ്റെ രാഷ്ട്രീയ ഭൂതകാലം പരിശോധിക്കുമ്പോൾ നമുക്ക് അക്കാര്യം വ്യക്തമാകും. 20 വർഷക്കാലം വ്യക്തമായ ഒരു ഔദ്യോഗിക പദവിയുമില്ലാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവായി ജീവിച്ച ആളാണ് സുധീരൻ. ഇവിടെ പറഞ്ഞതുപോലെ 1994 മുതൽ 2014 വരെ അദ്ദേഹത്തിന് പ്രഖ്യാപിതമായ ഒരു നേതമായ ഔദ്യോഗിക പദവിയൊന്നുമില്ലായിരുന്നു. KPCCയിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എങ്കിലും സുധീരൻ്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയം എപ്പോഴും ശ്രദ്ധിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൽ ആശയപ്രചരണത്തിലൂടെ അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ച് നിർത്താനുള്ള വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ സുധീരൻ രാജിവെച്ച ഒരു നാടകീയമായ രാജി ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിന് വഴിയൊരുക്കിയ സാഹചര്യം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ രാജിവെച്ച ഇന്നത്തെ സമകാലിക രാഷ്ട്രീയ സ്ഥിതിയും വളരെ ശ്രദ്ധേയമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ രാജിക്ക് സുധീരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി 2 പ്രബലരായ നേതാക്കൾ ഡൽഹിയിൽ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചരടുവലികൾ നമ്മൾ കാണാതെ പോകരുത്. അദ്ദേഹത്തെ മാറ്റണം എന്ന ആവശ്യവുമായി ഹൈക്കമാൻഡിൻ്റെ മേൽ വലിയ സമ്മർദ്ദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ഹൈക്കമാൻഡിൻ്റെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒരു പിന്തുണയോടെ സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ മാർച്ച് 5-ാം തീയതി കോഴിക്കോട്ടുണ്ടായ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അപകടം. പക്ഷേ ആ അപകടത്തിനെ തുടർന്ന് അദ്ദേഹം ദീർഘകാലമായിട്ടൊന്നും ആശുപത്രി കിടക്കേണ്ടി വന്നിട്ടില്ല. അത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുള്ളതായിട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കാണുമ്പോഴും നമുക്ക് തോന്നുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ് എന്ന് വൈദ്യപരിശോധകന്മാർ ഉപദേശിച്ചു. ആ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് എന്നേക്കുമായിട്ട് മാറി നിൽക്കേണ്ട തരത്തിലുള്ള ഒരു വിശ്രമമൊന്നും വേണ്ടി വരില്ല. വേണ്ടി വന്നാൽ തന്നെ പകരക്കാരനായ ഒരാളെ വെച്ചിട്ട് ചുമതല ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് തൽക്കാലം മാറി നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ സുധീരനെ പോലെ ഒരാൾ അങ്ങനെ ആരുടെയെങ്കിലും ഔദാര്യത്തിന്, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ പോലും ഔദാര്യത്തിന് കൂട്ടു നിൽക്കുന്ന ആളല്ല. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ കുറവുകൾ സംഘടനയുടെ മുന്നോട്ടുള്ള ഗതിക്ക് തടസ്സമാകരുത് എന്ന ഒരു ആദർശാത്മകമായ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ശരത് ചോദിച്ച ചോദ്യം, ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ വീഴ്ചയാണോ? ഞാൻ അങ്ങനെ ഒരിക്കലും കാണുന്നില്ല. സുധീരൻ്റെ മുന്നിൽ നേരത്തെ AK ആൻ്റണിയുടെ ഉദാഹരണം പറഞ്ഞുവല്ലോ. അദ്ദേഹം കേരളത്തിൽ തഴയപ്പെട്ടപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിൽ അതിനേക്കാൾ അതിശക്തനായി നിലനിൽക്കുകയാണ്, വളരുകയാണ് ചെയ്തത്. അതുപോലെ ഒരു മാറ്റം കേന്ദ്ര രാഷ്ട്രീയത്തിൽ സുധീരൻ ഉണ്ടാകത്തില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് സുധീരൻ ഇതോടെ അസ്തമിച്ചു എന്ന് വിശ്വസിക്കുമോ? അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞതിനെ ശ്രീ സുജാതൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിനെ ആ അർത്ഥത്തിൽ മാത്രം എടുത്തത് കൊണ്ടാകാം എന്ന് എനിക്കൊരു തോന്നൽ. അതായത് ഞാൻ അദ്ദേഹത്തിന്റെ വീഴ്ച എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് പദത്തിൽ ഇരുന്ന ഒരാളിന്റെ പതനം എന്ന നിലയ്ക്ക് മാത്രമാണ്. താങ്കൾ പറഞ്ഞല്ലോ ഒരു പദവിയും വേണ്ട VM സുധീരന് കേരളത്തിൽ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ എന്ന ചിന്താഗതി കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നു. VM സുധീരന് ഒഴിയേണ്ടി വരുന്നു. ഹൈക്കമാൻഡിൽ പോലും വരുന്ന മാറ്റങ്ങളെ തിരിച്ചറിയേണ്ട നിർബന്ധിതാവസ്ഥയിൽ സുധീരൻ എത്തിച്ചേരുമ്പോൾ KPCC പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാളുടെ വീഴ്ചയില്ലാതെ അത് പിന്നെ മറ്റെന്താണ്? ശരിയാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധീരന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ എതിർപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ശരത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. തീർച്ചയായിട്ടും സുധീരൻ്റെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങി അദ്ദേഹം രാജിവെക്കാൻ ഇതുവരെയും തയ്യാറായില്ല. പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യപരമായ കാരണം ഉന്നയിച്ചുകൊണ്ട് സ്ഥാനമൊഴിയുന്നു. ഈ സ്ഥാനമൊഴിയുന്ന ഘട്ടത്തിൽ ഇന്ന് വന്ന പത്രങ്ങളിൽ വന്ന വാർത്തയും ഒക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നു. അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി KPCC പ്രസിഡന്റ് എന്ന നിലയിൽ മലപ്പുറത്ത് പ്രചരണത്തിന് മുന്നിട്ട് നിൽക്കേണ്ട ഒരാളായി തീരും സുധീരൻ. ഒരുപക്ഷെ സുധീരൻ അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ? സുധീരനെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം രഹസ്യമായി നടത്തിയ ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് നമുക്കെല്ലാം അറിയാം. അതിന്
അങ്ങനെയുള്ള ഒരു നേതാവിനെ UDF നേതാവായാൽ പോലും സുധീരൻ പോയി മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം. 2, സുധീരന് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് KPCCയെയും കോൺഗ്രസിനെയും സംസ്ഥാനത്ത് ഒരു പൊതു സംഘടനയായി കൊണ്ടുപോകണം, ഗ്രൂപ്പ് വൈരങ്ങളെല്ലാം കെട്ടടക്കി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന സുധീരനെ വെല്ലുവിളിച്ചുകൊണ്ട് കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൻ്റെ ഒരു യോഗം നടന്നു പോയത് വാർത്ത നമ്മൾ കണ്ടു. ഇത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെ ആണ് എക്സിറ്റ് പോൾ ഫലം ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന് നമ്മളിന്നെല്ലാം കണ്ടത്. കോൺഗ്രസ്സിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷീണം സുധീരനെ ഒരു ചിന്താകുലനാക്കുന്നു. തീർച്ചയായും കോൺഗ്രസിന്റെ ശത്രുക്കൾ ശ്രീ സുജാതൻ, തീർച്ചയായും താങ്കളുടെ ഈ വാചകങ്ങൾ ചർച്ചയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പര്യാപ്തമാണ്. അതായത് ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിലെ ഗ്രൂപ്പുകളെ ശക്തരാക്കുകയാണോ, ഹൈക്കമാൻഡിന് അവർക്ക് മുമ്പിൽ കൂടുതലായി വഴങ്ങേണ്ടി വരികയാണോ? അങ്ങനെയാണെങ്കിൽ ഇറക്കി വിടും മുമ്പ് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇറങ്ങുക എന്ന ഒരു തീരുമാനത്തിലേക്ക് സുധീരൻ മാറുകയായിരുന്നു. അതിന് ഇടവരുത്തിയിട്ടുള്ള ഘടകങ്ങൾ എന്താകാം? ഒരു ചെറിയ ഇടവേള, വേഗം ചർച്ചയിലേക്ക് മടങ്ങി വരാം.